ഫ്രണ്ട്സ് GDSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പലരും അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോരുത്തർക്കും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ് എല്ലാത്തിനും റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഇതിലുള്ള പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ, ഇപ്പം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ പ്രിഫറൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഡിവിഷനിലേക്ക് നമ്മളിപ്പം എങ്ങനെയാണ് ഓരോരോ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ബേസ് അതിൻ്റെ സബ് ഓഫീസിലേക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നുള്ള ഡൗട്ട് കുറേ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യുന്നതിൽ കുറേ ഡൗട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ആദ്യം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഡൗട്ടൊക്കെ അധികവും വരാനുള്ള കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ചെയ്ത് പോരുന്നത്. കാരണം നമ്മളൊരു അരമണിക്കൂർ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ തന്നെ നമുക്ക് എന്താണ് 1.5 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറൊക്കെ എടുക്കും. കാരണം നമ്മളത് റെക്കോർഡ് ചെയ്ത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അതിൽ ഡിലീറ്റ് ചെയ്ത് നമ്മളതെന്താണ് അപ്ലോഡ് ചെയ്ത് അങ്ങനെ നമുക്കൊരു വലിയൊരു ടൈം അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്താണ് അപേക്ഷകൾ കൊടുക്കുമ്പോൾ വരാതിരിക്കാനും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയമല്ലേ. ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നോട് പലരും ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അതെല്ലാം നമ്മുടെ ഹെൽപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ചെയ്ത് തരാം. അതായത് വാട്സപ്പ് നമ്പർ വരും, അതിലേക്ക് ഡോക്യുമെൻറ്റ്സ് അയച്ചാൽ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതല്ല നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാത്തുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അത് മാത്രം ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. പലരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ പറയുന്ന എന്താണ് ഇപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആകെ പെടുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്, ഓക്കെ. രണ്ടാമത്തെ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ആണ്, ഓക്കെ. അപ്പോൾ രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ഏകദേശം 18 മിനിറ്റോളം ഡ്യൂറേഷൻ വരും. ഇതിൽ A to Z കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് പേയ്മെൻറ്റ് വരെ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ഏകദേശം 25 മിനിറ്റോളം വരും. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും അതിലുപരി കുറച്ച് കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബർ കൗണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് ആഞ്ഞു പിടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. അത് ഞാൻ നോട്ടിഫിക്കേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം, ഓക്കെ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്നുമില്ല, നിങ്ങളെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് പരിഗണിക്കണമെങ്കിലോ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടണമെങ്കിലോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിശ്ചിത ഫോർമാറ്റിൽ ഇവിടെ നിങ്ങൾക്ക് അനുബന്ധം 5 തന്നിരിക്കുന്ന നിശ്ചിത ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം, ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SC ST അതുപോലെ OBC PWD EWS കാൻഡിഡേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന SC STൻ്റെയും OBCൻ്റെയും PWDൻ്റെയും EWSൻ്റെ ഒക്കെ എന്താണ് കട്ട് ഓഫ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം അവർക്ക് ഈ പറയുന്ന നിശ്ചിതമായിട്ടുള്ള രീതിയിലായിരിക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വരും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ പറയുന്ന റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഓക്കെ, ഈ ഒരു SC ST അല്ലെങ്കിൽ OBC PWD EWS എന്നുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, ഓക്കെ. അപ്പോൾ അത് ഈ പറയുന്ന അനുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ അനുബന്ധത്തിൽ കൊടുത്തൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് അവരെന്ത് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവരുടെ കയ്യിൽ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മതിയോ അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെന്നുള്ള അതിൻ്റെ ഒരു വ്യക്തത ഞാൻ തരാം, ഓക്കെ. അതായത് ഇപ്പോൾ നമ്മളടുത്ത് ഈ രീതിയിലായിരിക്കണം, ഈ ഒരു സെയിം ഫോർമാറ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ കോപ്പി പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് അക്ഷയയിൽ നിന്ന് എടുക്കുന്ന ഡിജിറ്റൽ കോപ്പി ഇതേ സെയിം ഫോർമാറ്റ് ഇതേ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാം ഓരോ എന്താണ് അമെൻമെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആക്ടുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഇതിലുണ്ടോ നോക്കണം, ഓക്കെ. അങ്ങനെ ആണെങ്കിൽ അത് നമുക്ക് വാലിഡ് ആയിട്ട് കണക്കാക്കാം, ഓക്കെ. അതല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കണം, ഓക്കെ. അത് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ള ഞാൻ പറയാം കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് അടുത്തത് ഫോർമാറ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇത് OBC NCL കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. ഇത് സെയിം ഫോർമാറ്റിൽ നമുക്ക് ഡിജിറ്റൽ കോപ്പി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, ഓക്കെ. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇനി ഇതല്ല ഇതേ സെയിം ഫോർമാറ്റ് അല്ല ഡിജിറ്റൽ കോപ്പി എങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഓക്കെ. അതോടൊപ്പം തന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതേ സെയിം ഫോർമാറ്റ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം, ഓക്കെ. ഇനി അതെല്ലാം നമുക്ക് എന്താണ് സെയിം ഫോർമാറ്റ് നമുക്ക് പിന്നെ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് മതിയോ എന്നുള്ളതിൻ്റെ ആൻസറാണ് ഇനി അടുത്ത് തരാൻ പോകുന്നത്. അത് ഞാൻ പറയാം.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ച അതത് ഫോർമാറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഞാൻ റെഡ് കളറിലൂടെ മാർക്ക് ചെയ്ത സെൻറ്റൻസ് ഇൻ കേസ് ഓഫ് ഫെയിലർ ടു പ്രൊഡ്യൂസ് സർട്ടിഫിക്കറ്റ് ഇൻ ഒറിജിനൽ ദെയർ കാൻഡിഡേച്ചർ വിൽ ബി ക്യാൻസൽഡ് നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന നിശ്ചിത ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ആവും, അത് ക്യാൻസൽ ആവും. ഓക്കെ, പക്ഷേ അതിന് പരിഹാരമുണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ നിശ്ചിത ഇവർ തന്നിരിക്കുന്ന ഈ പറയുന്ന അനുബന്ധം 5 തന്നിരിക്കുന്ന ആ ഒരു സെയിം ഫോർമാറ്റ് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഡിജിറ്റൽ കോപ്പി ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേറൊരു ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അവർ കണ്ടെത്തും നമ്മുടെ എന്താണ് വാലിഡ് ആയുള്ള ആ ഒരു ഫോർമാറ്റിൽ നമ്മളെ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു 15 ദിവസം ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വാലിഡ് ആയിട്ടുള്ള അവർ തന്നിരിക്കുന്ന ഈ അനുബന്ധത്തിൽ തന്നിരിക്കുന്ന ഞാനിപ്പോൾ നേരത്തെ സ്ക്രീനിൽ കാണിച്ച ആ സെയിം ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുകയും അടുത്ത റാങ്ക് ലിസ്റ്റിലുള്ള അടുത്ത ആളിലേക്ക് എന്ത് ചെയ്യും, അത് ആ ഒരു അവസരം അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ വെച്ചൊരു പ്രൊഫഷണൽ ലിസ്റ്റ് അവർ തയ്യാറാക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വാലും തലയൊന്നും ഇല്ലാതെ നിങ്ങൾ കേട്ടിട്ട് ഈ പറയുന്ന രീതിയിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തത് നിങ്ങളെ അപേക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്നും പാടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, കാരണം നമ്മളൊരു വോയിസ് ഓവർ കൊടുക്കുമ്പം അതിൽ ചെറിയ പറയുന്ന രീതിയിൽ ചിലപ്പം നിങ്ങൾക്ക് ഒന്നുപാടൊക്കെ കേട്ടാലേ ചിലപ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കേട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ ഇൻ കേസ് നേരത്തെ ഞാൻ സ്ക്രീനിൽ കാണിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ടാവും. അതാണ് പ്രശ്നം. ഈ പറയുന്ന ഒന്നുപാടെ അത് കാണിക്കുക. നിങ്ങൾക്കൂടെ കാണാം SC/ST കാറ്റഗറി അവർ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമ്മളെവിടെ പോയിട്ട് ഉണ്ടാക്കേണ്ടതെന്നുള്ള അടുത്തത് കാണാം. നിങ്ങൾക്ക് OBCൻ്റെ ഫോർമാറ്റാണ് നിങ്ങൾക്കൂടെ കാണാം. ഇത് സ്ക്രീനിൽ കാണുന്നത് അടുത്ത EWS കാൻഡിഡേറ്റ്സിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഇതേ സെയിം ഫോർമാറ്റിലാണ് അവർ നമ്മളോട് എന്ത് ചെയ്യണത്, ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് നമ്മുടെ കയ്യിൽ വേണ്ടത്. ഇൻ കേസ് നമ്മളെ കയ്യിൽ ഈ പറയുന്ന സെയിം ഫോർമാറ്റ് ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല, നമുക്കൊരു സമയം അവർ നൽകും. ഓക്കെ, അതായത് ഈ പറയുന്ന ഒരു നിശ്ചിത 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മളത് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് സബ്മിറ്റ് ചെയ്യണം, വാലിഡ് ആയിട്ടുള്ള ഫോർമാറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ആ റിസ്ക് ഏറ്റെടുക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ഇവർ തന്നിരിക്കുന്ന സെയിം ഫോർമാറ്റ് ഇപ്പം തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആ ഒരു റിസ്ക് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ അഥവാ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന നിശ്ചിത ഒരു കാലയളവ് തരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു പോസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, റിജക്റ്റ് ആകുകയും അടുത്ത ആളുകളിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു റാങ്ക് അടുത്ത ആൾക്ക് ലഭിക്കുകയും അതിലേക്ക് അവരെ എന്ത് ചെയ്യും, ആ ഒരു വേക്കൻസിയിലേക്ക് അവരെ സെലക്ട് ചെയ്യും, അവർ എലിജിബിൾ ആണെങ്കിൽ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി കുറേ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് വേണ്ട ഫോർമാറ്റുകൾ ഞാൻ കാണിച്ചു. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് അതത് നിങ്ങൾക്ക് വേണ്ട SC/ST ആണെങ്കിൽ അവരുടെ എടുക്കുക, ദെൻ ഈ OBC ആണെങ്കിൽ അതെടുക്കുക, ദെൻ EWS ആണെങ്കിൽ അതെടുക്കുക. എന്തായാലും അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നമ്മളെവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസിലാണ് പോകേണ്ടത്. എന്നിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവരോട് പറയുക ഈ സെയിം ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമായിരുന്നു എന്ന് പറയാം. അപ്പോൾ അത് ഡിജിറ്റൽ കോപ്പി അവൈലബിൾ ആണോ എന്നുള്ളത് അവരോട് ചോദിക്കുക, സെയിം ഫോർമാറ്റിൽ. ഓക്കെ, അപ്പോൾ വില്ലേജ് ഓഫീസിൽ ഒരുപാട് സ്റ്റാഫുകൾ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരോട് നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് എൻക്വയറി സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ട് അവർ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ചാണ് മൂവ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിൻ്റെ ഫീ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അക്ഷയ ത്രൂ ഒക്കെ ആണെങ്കിലൊക്കെ നമുക്ക് 25 രൂപയും നമുക്ക് ഡയറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 15 രൂപ അങ്ങനെയൊക്കെയുള്ള ആ രീതിയിലാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീ ഒക്കെ വരുന്നത്. പിന്നെ ഇതിന് നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വെച്ചാൽ ഒരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പറയുന്ന കാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പാരൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. റേഷൻ കാർഡ് വേണം, നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത്. ഓക്കെ, കാസ്റ്റ് ആണെങ്കിൽ. ഇനി അതുപോലെ തന്നെ നിങ്ങളെ കാറ്റഗറി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം. എന്തൊക്കെ ഓരോ സർട്ടിഫിക്കറ്റിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് സോൾവ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യേണ്ട, പ്രശ്നമായിട്ട് ഇരിക്കേണ്ട. തൽക്കാലം നിങ്ങളെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഫുള്ള് റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം ഇങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന നമുക്ക് ആ ഒരു റിസ്ക് 0% റിസ്ക് എന്നുള്ളത് നമുക്ക് ആ രീതിയിലായിരിക്കണം. അതായത് നമുക്ക് യാതൊരുവിധ റിസ്ക്കും ഏറ്റെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ഈ സെയിം ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. അപ്ലൈ ചെയ്ത്
കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാലും മതി, നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഏറ്റവും നല്ലതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഇപ്പോൾ അതിനുള്ളൊരു എന്താണ് മറുപടി ആയിട്ട് നൽകാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ ജസ്റ്റ് വന്നിരിക്കുന്ന കമൻറ്റുകൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഇതിൽ കുറേ ആളുകൾ നല്ല കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോശം കമൻറ്റ് എന്നല്ല, ഇപ്പം പലരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ, കുറേ തവണ ഇതിന് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പലരും പറയുന്നത് ഉഡായിപ്പാണെന്നൊക്കെ പറയുന്ന കമൻറ്റുകളൊക്കെ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരിക്കലും എന്താണ് ഇതൊരു ഉഡായിപ്പൊന്നല്ല, ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്കീമാണ്. നമ്മൾ ഈ പറയുന്ന ഇന്ത്യ പോസ്റ്റിലേക്കുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇത് നമുക്ക് സിവിൽ പോസ്റ്റ് ആണെങ്കിലും അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. ഇതൊരു പെർമനൻറ്റ് പോസ്റ്റ് അല്ല, പക്ഷേങ്കിലും നമുക്ക് എന്താണ് പെർമനൻറ്റ് പോസ്റ്റ് പോലെ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. അതിനുപരി നമുക്ക് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പെർമനൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആകാനുള്ള സാധ്യതയും ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ബൈ ട്രാൻസ്ഫറിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം എന്നുള്ള സ്കീമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കുന്ന സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലാണ് വരിക. ഇതിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴെ സ്ഥിര ജോലിയാണോ, പ്രൊമോഷൻ സാധ്യതയുണ്ടോ, SSLC മാർക്ക് കുറവാണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ഇനി രണ്ടാമതായിട്ട് പ്രധാനമായിട്ടും വന്ന ഡൗട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പേഴ്സൻറ്റേജ് കൊടുക്കണോ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അത് നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഴ്സൻറ്റേജ് കൊടുക്കണോ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോ തന്നെ ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഓൺലൈൻ ഫോം ഫില്ല് ചെയ്ത വീഡിയോൻ്റെ ആ ഒരു ജസ്റ്റ് ഞാൻ ഫില്ല് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പേഴ്സൻറ്റേജ് ആണോ കൊടുത്തത്, അപ്പോൾ കേരള നമ്മുടെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ സെലക്ട് ചെയ്ത സമയത്ത് നമ്മളിവിടെ പേഴ്സൻറ്റേജ് ആണോ കൊടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇവിടെ കാണാം, ഇവിടെ ഗ്രേഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരാം. നമുക്ക് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ നമുക്കത് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ ചിലപ്പം ഗ്രേഡ് ആയിരിക്കാം, ഗ്രേഡ് പോയിൻ്റ് ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ മാർക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണോ തന്നിരിക്കുന്നത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ ഞാനിപ്പം ജസ്റ്റ് ഒന്നൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഗ്രേഡും ഉണ്ട്, മാർക്കും ഉണ്ട്. ഓക്കെ, ആ ഗ്രേഡും മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്കാണ് കൊടുക്കേണ്ടത്. ഗ്രേഡ് മാത്രമാണെങ്കിൽ നിങ്ങൾ ഗ്രേഡ് കൊടുത്താൽ മതി. അതിന് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പേഴ്സൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ദെൻ CGP ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഗ്രേഡ് അതുപോലെ കൊടുത്താൽ മതി. അതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡുകളൊക്കെയാണ് നമ്മളിങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇത് എക്സാമ്പിൾ നമ്മൾ കൊടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡുകളാണ് നിങ്ങൾ അതത് സബ്ജക്റ്റിന് നേരെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലൊന്നും തെറ്റുകൾ വരുത്തരുത്. വെറുതെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മാർക്കാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇറ്റ് ഈസ് ടു ക്ലാരിഫൈ ദാറ്റ് ദ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് റിക്വയർഡ് ടു കൺവേർട്ട് ദെയർ പോയിന്റ്സ് ഓർ ഗ്രേഡ് ഇൻ ടു മാർക്സ് ആൻഡ് ആർ റിക്വയർഡ് ടു മെൻഷൻ ദ ഗ്രേഡ് ഓർ പോയിന്റ് ഓൺലി എന്ന് പറയുന്നുണ്ട് വൈൽ ഫില്ലിംഗ് അപ്പ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഗ്രേഡിനെ അല്ലെങ്കിൽ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട, മാർക്ക് ആക്കിയിട്ടോ പേഴ്സൻറ്റേജ് ആക്കിയിട്ടോ ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട. അതൊക്കെ കമ്പ്യൂട്ടർ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ആയിട്ട് ആ നിശ്ചിതമായുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതാണ് ഈ ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തത്. അപ്പോൾ ഓരോ ബോർഡിൻ്റെ ഇപ്പോൾ നമുക്ക് CBSE ഒക്കെ ആണെങ്കിൽ അതിൽ ഈ പറയുന്ന A1 A2 അങ്ങനെ ആ രീതിയിൽ ഉണ്ടായിരിക്കാം. ചില ബോർഡിന് നമുക്ക് പേഴ്സൻറ്റേജ് ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള എന്താണ് രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം A+, ദെൻ A ഗ്രേഡ് അങ്ങനെയുള്ള ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മാർക്കാണ് കൊടുത്തെങ്കിൽ നമ്മളത് ആ മാർക്കിന് പകരം ഗ്രേഡ് അല്ലെങ്കിൽ പോയിന്റ് കൊടുത്താൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്താണ് നമ്മളുടെ ഇതിൽ ഗ്രേഡാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോ ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൽ കാണിച്ച പോലെ നമുക്ക് ഇവിടെ ഗ്രേഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ഗ്രേഡ് കൊടുത്ത് അങ്ങനെ കൊടുത്താൽ മതി. നിങ്ങൾ അതിന് എന്ത് ചെയ്യേണ്ട, മാർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ നിങ്ങളുടെ എന്താണ് അപേക്ഷ റിജക്റ്റ് ആവും കേട്ടോ. അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഗ്രേഡാണ്. ഇനിയിപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മാർക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്കീം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മാർക്കിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാർക്ക് കൊടുക്കണം. ഓക്കെ, ഇതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ എന്താണ് ഒരു കുട്ടിയുടെ എന്താണ് മാർക്ക് ഷീറ്റിൽ മാർക്ക് ഉണ്ട്, ചില സബ്ജക്റ്റിന് മാത്രം ഗ്രേഡാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഗ്രേഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഗ്രേഡ് അങ്ങനെ തന്നെ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്നും ബാധിക്കുന്ന പ്രശ്നങ്ങളില്ല. എങ്കിലും ഞാൻ പറഞ്ഞതാണ്, ഇതൊന്നും വായിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട വെച്ചിട്ട് പറഞ്ഞാണ്. അപ്പം നമുക്ക് ഗ്രേഡ് ആണെങ്കിലും അതിൻ്റെ എങ്ങനെയായിരിക്കും നമുക്ക് ആ സ്കോർ റിസീവ് ആവാന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഗ്രേഡിനെ പേഴ്സൻറ്റേജ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഗ്രേഡാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഗ്രേഡ് അങ്ങനെ കൊടുക്കുക. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മാർക്ക് ആണെങ്കിൽ നിങ്ങൾ ആ മാർക്ക് അങ്ങനെ കൊടുക്കുക. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഓരോ സബ്ജക്റ്റിനും പേഴ്സൻറ്റേജ് ആണെങ്കിൽ ആ പേഴ്സൻറ്റേജ് അങ്ങനെ കൊടുക്കുക. അങ്ങനെയുള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം സിസ്റ്റം കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പറയുന്ന A1 A2 ഇങ്ങനെയുള്ളതാണെങ്കിൽ
ഇവിടെ ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. A1 A2 എന്നുള്ളതാണെങ്കിൽ അതിന് A1ന് 10 ഗ്രേഡ് പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. ആ 10 ഗ്രേഡ് പോയിൻ്റ് ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറായിട്ട് 9.5 ആണ് വരുന്നത്. A2 ആണെങ്കിൽ 9 ആണ് ഗ്രേഡ് പോയിൻ്റ് വരുന്നത്. 9 × 9.5 ഇങ്ങനെയാണ് വരിക. 10 × 9.5 ആണെങ്കിൽ നിങ്ങൾക്കറിയാം 95 ആണ് വരിക അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് എന്താണ് നമ്മുടെ സ്കോർ കിട്ടുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ പറയുന്ന 9.5 ഇട്ടിട്ടായിരിക്കും സിസ്റ്റം മൾട്ടിപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് CGPA ഒക്കെ അവാർഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം 9.5നെ കൊണ്ട് എന്ത് ചെയ്യാം ആ രീതിയിലായിരിക്കും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് വരിക. അത് നിങ്ങൾ അങ്ങനെ തന്നെ കൊടുത്താൽ മതി, അതൊന്നും നമ്മൾ കൺവേർട്ട് ചെയ്യണ്ട കേട്ടോ. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം നമ്മുടെ മാർക്സ് എന്താണ് എങ്ങനെയാണോ സർട്ടിഫിക്കറ്റിൽ അത് അതേപോലെ നമ്മൾ കൊടുത്താൽ മതി. ഗ്രേഡ് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഗ്രേഡ് എങ്ങനെയാണോ പോയിന്റ് എങ്ങനെയാണോ അത് അങ്ങനെ കൊടുക്കുക. ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ മാർക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡൽഹി ഇതിൻ്റെയൊക്കെ ഉണ്ട്. ഡൽഹി ബോർഡ് ഓഫ് നിൽക്കണ സ്കൂൾ എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെ രീതിയിലൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ഈ ഗ്രേഡും ഉണ്ട്, അതുപോലെ തന്നെ പെർസെൻറ്റേജും ഉണ്ടായിരിക്കും. ഗ്രേഡ് പോയിൻറ്റും ഉണ്ട്, അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. അങ്ങനെ ആകുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം, ആ ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും ആ പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, അവർ ഫില്ല് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിനടുത്ത് നിങ്ങൾക്ക് കാണാം ദ സ്റ്റേറ്റ് ബോർഡ് ഓഫ് സ്കൂൾ എക്സാമിനേഷൻ തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട് കാൻഡിഡേറ്റ്സ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലരും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന കൊറോണ കാരണം 2020-21 ഈ വർഷം മാത്രം കേട്ടോ 2020-21 എന്ന് പറയുന്ന ഈ അക്കാദമിക് ഇയറിൽ അവർക്ക് എല്ലാവരെയും അവരെ പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന പാസ് എന്നുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും എന്താണ് നേരെ പാസ് എന്നുള്ളത് മാത്രം അവർ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവർക്ക് റിസീവ് ആകുന്നത് ഈ പറയുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു രീതിയിലുള്ളൊരു പെർസെൻറ്റേജ് ആയിട്ടാണ് 66.67 എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന പെർസെൻറ്റേജ് കണക്കാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അത് ഈ പറയുന്ന 2020-21 പാസ്സായ എല്ലാവർക്കും ആ രീതിയിലായിരിക്കും മാർക്ക് കണക്കാക്കുക. ഓക്കെ, ഇതൊന്നും നമ്മൾ കണക്കാക്കേണ്ടതൊക്കെ സിസ്റ്റം തന്നെ കണക്കാക്കുന്നതാണ്. അപ്പോൾ അവർ ജസ്റ്റ് എന്ത് ചെയ്താൽ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് പാസ് എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക എന്നുള്ളതാണ്. ഗ്രേഡോ പെർസെൻറ്റേജോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും മാർക്കൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ആ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ പെർസെൻറ്റേജ് തന്നെയാണ്. ഓക്കെ, 10ാം ക്ലാസ്സിൻ്റെ മാർക്കിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് നമ്മൾ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് A+ ഉള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, അപ്പം A+ന് ഇപ്പോൾ നമുക്ക് 9 എന്നുള്ള ആ ഒരു ഗ്രേഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ A+ ആണെങ്കിൽ നമ്മൾ 9 ആയിട്ടാണ് പരിഗണിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ 9 × 9.5 എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഈ പറയുന്നത് കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനൊരു കോമൺ ക്രൈറ്റീരിയ ഉണ്ടാകും. കേരളത്തിൻ്റെതാണെങ്കിൽ കോമൺ ക്രൈറ്റീരിയ അവരെടുക്കും. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ടോട്ടൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം A+ ഉള്ള എല്ലാവർക്കും എന്താണ് ഏകദേശം ഒരേ റേഞ്ച് ഓഫ് സ്കോർ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അവർ നമ്മുടെ പരീക്ഷാ ഭവനിൽ നിന്ന് ഇപ്പം ആ ഒരു ഡാറ്റാസൊക്കെ ഫെച്ച് ആണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം നമുക്കറിയാം A+ എന്ന് കിട്ടിയ കുട്ടികൾക്ക് ഈ പറയുന്ന 99-ൻ്റെയും 100-ൻ്റെയും 100% ഇടയിലുള്ളൊരു മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അവർ ഈ പറയുന്ന രീതിയിലുള്ള ചില ആളുകൾക്ക് എന്താണ് ഇപ്പം ഞാൻ 100 മാർക്ക് എടുക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. 100-ൽ ചിലപ്പോൾ എന്താണ് 95 മാർക്കുള്ള കുട്ടികളുണ്ടാവും, 91 മാർക്കുള്ള കുട്ടികളുണ്ടാവും, 100-ൽ കുട്ടികളുണ്ടാവും. പക്ഷേ നമ്മളത് കാണാറില്ല. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ A+ എന്ന് നമ്മൾ കാണാറുള്ളൂ. നമുക്ക് ശരാശരി കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പരീക്ഷാ ഭവനിൽ ബന്ധപ്പെട്ടാൽ നമ്മുടെ കറക്റ്റ് സ്കോർ കാർഡ് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, പക്ഷേ ഇവിടെ റിക്രൂട്ട്മെൻറ്റിന് അതൊന്നും അവർ എടുക്കുന്നില്ല. അവർ കോമൺ ആയിട്ട് A+ കിട്ടിയവർക്ക് എന്താണ് ഒരു നിശ്ചിത പോയിന്റ് ഇട്ടിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഇട്ടിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫുൾ A+ ഉള്ള കുട്ടികൾ തന്നെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് ടൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ആദ്യം പരിഗണിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. അപ്പോൾ ഒരു 10 കുട്ടികളിൽ എന്താണ് എല്ലാവർക്കും ഫുൾ A+ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രായം കൂടിയ ആളുകൾക്കായിരിക്കും എന്ത് ചെയ്യുക ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ഓർഡറിലൂടെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രിഫറൻസ് കൊടുക്കുക ഈ പറയുന്ന ST കാൻഡിഡേറ്റ്സിൽ തന്നെ ട്രാൻസ് വുമൺ കാൻഡിഡേറ്റ്സിനായിരിക്കും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്, അത് കഴിഞ്ഞിട്ട് പരിഗണന കൊടുക്കുക SC ട്രാൻസ് വുമൺ ആണ്, അത് കഴിഞ്ഞിട്ട് SC ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്, അത് കഴിഞ്ഞിട്ട് OBC ട്രാൻസ് വുമൺ ആണ്, അത് കഴിഞ്ഞിട്ട് OBC ഫീമെയിലിനാണ്, അത് കഴിഞ്ഞിട്ടാണ് EWS ട്രാൻസ് വുമൺ കിട്ടുക, അത് കഴിഞ്ഞിട്ട് EWS ഫീമെയിലിന് കിട്ടും, അത് കഴിഞ്ഞിട്ട് ജനറൽ ട്രാൻസ് വുമൺ കിട്ടും, അത് കഴിഞ്ഞിട്ട് ജനറൽ ഫീമെയിലിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഫീമെയിലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിലേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം ST ട്രാൻസ് മെയിൽ. ഇത് ടൈ ആയാലാണ് പറഞ്ഞത്. ഓക്കെ, ഈ ടൈ ആവുന്ന കേസിലാണ് പറയുന്നത്. അതല്ല നമ്മൾ നിശ്ചിതമായുള്ള ആ ഒരു വെയിറ്റേജിൽ നമ്മൾ ടോപ്പിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, ഒരേ ഇപ്പം ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും എന്താണ് 90% ആണെങ്കിൽ അത് അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുക്കുക കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് കാണാം ST മെയിൽ, SC ട്രാൻസ് മെയിൽ, ദെൻ SC മെയിൽ, OBC ട്രാൻസ് മെയിൽ, OBC മെയിൽ, EWS ട്രാൻസ് മെയിൽ, EWS മെയിൽ, ജനറൽ ട്രാൻസ് മെയിൽ, അങ്ങനെ ലാസ്റ്റ് ജനറൽ മെയിൽ. ഇങ്ങനെ ആയിരിക്കും പരിഗണന ഉണ്ടാകുക. അതുകൊണ്ടാണ് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിട്ടുണ്ട് എന്താണ് A+ കിട്ടിയിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ നമ്മളത് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കാരണം നമുക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ടൈമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഈവൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ വരെ പറ്റാത്ത അവസ്ഥയാകും. കാരണം നമ്മൾ എലിജിബിലിറ്റി, നമ്മൾ ഏജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ആവില്ല കട്ട് ഓഫ് വരെ. കാരണം നിങ്ങൾക്കൊരു പ്രിഫറൻസ് കൂടി ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആദ്യം പരിഗണിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ നിങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തല്ലോ, അപ്പോൾ അത് കിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിൽ നോക്കുന്ന സമയത്ത് നിങ്ങളെക്കാളും മുന്നിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വർഷം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വയസ്സും പാടെ കൂടിയല്ലോ. അപ്പോൾ ഏജിലൊക്കെ മാറ്റം വന്നല്ലോ. അപ്പം നിങ്ങളുടെ ജൂനിയർ ആയുള്ള ആളുകളൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനെക്കാളും കുറച്ച് മുന്നിലുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്ത് നിങ്ങളിതാക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പലരും പറയുന്നത് എന്താണ്, ഇത് ഗവൺമെൻറ്റിന് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനോട് ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. കാരണം ഈ ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു മൂലധനം ഇതിൻ്റെ ബാക്കിലുണ്ട്. കാരണം ഒരു വെബ്സൈറ്റ് ഇപ്പോൾ നമുക്ക് തന്നെ GDS എന്ന് പറയുന്നതാ ഈ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഈ വെബ്സൈറ്റിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ബാക്കിൽ ഒരുപാട് ചിലവുകളും കാര്യങ്ങളുണ്ട്. പിന്നെ വെരിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ അതിൻ്റേതായുള്ള ചിലവുകളും ഗവൺമെൻറ്റിന് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എങ്കിലും അവർക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നല്ല. ഇനിയിപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ PWD SC ST അവരോടൊന്നും ഫീയും വാങ്ങുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു 100 rupees നമ്മളടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കണോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കുറേ ആൾക്കാർ ഇവിടെ പറഞ്ഞിട്ട് ഇത് അബദ്ധമാണ്, എന്താണ് A+ ഉള്ളവർക്കേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൂടുതൽ സാധ്യത നല്ല പെർസെൻറ്റേജ് മാർക്കുള്ളവർക്ക്, അതായത് A+ ഉള്ളവർക്കാണ് കൂടുതൽ സാധ്യത. പക്ഷേ ബാക്കിയുള്ള അവർക്കും കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അപേക്ഷകളുടെ എണ്ണത്തിനും ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ എല്ലാവരും ഇതിലേക്ക് അപേക്ഷ കൊടുത്തെങ്കിൽ എല്ലാവരും ഇതിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്തോളണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ 3 സപ്ലിമെൻ്ററി ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം മെയിൻ ലിസ്റ്റ് കഴിഞ്ഞിട്ട് 3 ലിസ്റ്റുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് കുറേ ആളുകൾ റിജക്റ്റ് ആയി പോകുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകൾ ചിലപ്പം വില്ലിങ് ആയിരിക്കില്ല, അതിലേക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടിപ്പോവും, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നിങ്ങളുടെ അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മുതലെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട് എന്ന് വെച്ചാൽ എന്താണ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദ്യോഗാർത്ഥി OBC ആണെന്ന് വിചാരിക്കാം. ഒരു ഉദ്യോഗാർത്ഥി OBC ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് ഡിവിഷൻ എടുത്ത്, അപ്പോൾ കാലിക്കറ്റ് ഡിവിഷനിൽ എനിക്കെന്താണ് OBCക്ക് ഒരു 10 വേക്കൻസി ഉണ്ട്. ഞാൻ വെറുതെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ആ 10 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം OBC ആയതുകൊണ്ട്. ഓക്കെ, എന്നാൽ ബാക്കി ഒരു 10 വേക്കൻസി ഉണ്ട് ജനറൽ കിടക്കുന്നത്. ആ 10 വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊക്കെ സാധ്യത ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ OBCക്ക് അപ്ലൈ ചെയ്യാം. OBCയിലുള്ള 10 വേക്കൻസിക്കും 10 നിങ്ങൾ നമ്പർ ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 എന്നിടുക, 10 ഇടുക. 10 കഴിഞ്ഞിട്ട് 11 മുതൽ 20 വരെ എന്ത് ചെയ്യാം, മറ്റേ നമ്പർ ഇട്ട് കൊടുക്കുക ജനറൽ എന്നുള്ള. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാത്തിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി സെയിം സംഭവം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ജനറൽ കാൻഡിഡേറ്റ്സ് ആണ്. ജനറൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, OBCൻ്റെ 10 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ ജനറൽ വേക്കൻസിയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ അപേക്ഷയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ദക്സേവക്, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ അപേക്ഷയിൽ നമുക്ക് എല്ലാത്തിലേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ എങ്ങനെയാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെന്നൊക്കെ ഇതിൽ കാണിക്കുന്നത്. ഞാൻ കുറച്ച് പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 1 2 3 4 5. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ അടുത്തുള്ള സെൻറ്റർ ഏതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓഫീസ് ഏതാണെന്ന് വെച്ചാൽ അതിനാണ് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഏതാണെന്ന് വെച്ചാൽ അതിന് ഫസ്റ്റ് നമ്പർ 1 കൊടുക്കുക. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ 2 എന്നുള്ള നമ്പർ കൊടുക്കുക. മൂന്നാമത് വേണ്ടതെന്ന് വെച്ചാൽ 3 എന്നുള്ള നമ്പർ കൊടുക്കുക. അത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ എന്താണ് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉണ്ടാവും, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണ്, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യുക, ആദ്യം പരിഗണിക്കുക. ബാക്കിയുള്ളതിന് അതിന് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, എത്ര നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അത് ഇതിൽ ഇത്ര നമ്പറേ കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്പർ കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം 10 ഓപ്ഷൻ കൊടുക്കണം. 1 2 3 4 5 6 കഴിഞ്ഞിട്ട് ഞാൻ 8 കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരണം നമ്പർ. അപ്പോൾ എറർ കാണിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. പ്രിഫറൻസ് കൊടുക്കുക പറഞ്ഞാൽ അതായത് കോളത്തിൽ നമ്പർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോ, കാരണം നമ്മുടെ സമയത്തിനും നിങ്ങൾ വില കൽപ്പിക്കണം. കാരണം നിങ്ങൾക്ക് ഇറലവൻ്റ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. കാരണം നിങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് ചോദിക്കുമ്പോൾ നമുക്കതിലൊരു ആശ്വാസം ഉണ്ടാകും. കാരണം അത് കണ്ടിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടാണ്. ഇത് കാണാതെ എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറഞ്ഞുതരാനാണ്? കാരണം ഞാൻ വീണ്ടും നമ്മൾ അതിലിരുന്ന് ഓരോരുത്തർക്കും പറഞ്ഞുതരാൻ സമയം ഉണ്ടാവുമോ? ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ കുറേ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ചില ഉദ്യോഗത്തിൽ ചോദിച്ചിട്ട് 66% മാർക്കുള്ളൂ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു, നമുക്കുള്ളൊരു ചാൻസാണ്, നമ്മൾ കൊടുത്ത് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പയ്യനെ വന്നിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതാണ് ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യുക, നമ്മുടെ അവസരം നമ്മൾ മുതലെടുക്കുക. അപ്പോൾ അത്യാവശ്യം മാർക്ക് കുറവാണെങ്കിലും അത് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നുപാടെ ചോദിച്ചു എന്താണ് ഇപ്പം വളരെ മാർക്ക് കുറവാണ്, അപ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്തായാലും അപ്ലൈ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിടുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ എല്ലാവരും വിചാരിച്ച് കുറേ പേര് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള പോസിബിലിറ്റിയും അല്ലേ, അങ്ങനെയൊക്കെ വരാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അതിലേക്ക് ഈ പറയുന്ന ആളുകളെല്ലാം വില്ലിങ് ആയിക്കോളുന്നില്ല പോകാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് പറ്റിക്കൽ ജോലിയാണെന്ന് പറഞ്ഞ കുറേ ആൾക്കാരെ കമൻറ്റുകൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഒരിക്കലും ഇത് പറ്റിക്കലല്ല, ഞാൻ പറഞ്ഞു അതിൻ്റെ സാധ്യതകൾ ഇവിടെ പറഞ്ഞു. പിന്നെ ഇതിൽ തന്നെ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്ത്, നിങ്ങൾക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള വരുമാനം മന്ത്ലി ഉള്ളവരായിരിക്കണം എന്നുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒരു സത്യവാങ്മൂലം കൊടുത്താൽ മതി. നമ്മൾ എന്ത് ചെയ്യേണ്ട, ജസ്റ്റ് അത് കാണിക്കുന്ന അതിൻ്റെ സോഴ്സ് കാണിക്കുന്നു വേണ്ട. ഓക്കെ, നമുക്കുണ്ട്, നമ്മൾ ഓക്കെയാണ്, നമ്മൾ വില്ലിങ് ആണെന്ന് പറഞ്ഞാൽ മതി. കാരണം നമുക്ക് നിശ്ചിതമായുള്ളൊരു 10,000 മുതൽ ഒരു 25 ഈ പറയുന്ന റേഞ്ചിൻ്റെ ഉള്ളിലേ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫ്ലെക്സിബിൾ ആണ്. പിന്നെ കുറച്ച് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ കുറിച്ച് ഞാൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം വളരെ ലിമിറ്റഡ് ഉള്ള സാലറിയാണ്. പക്ഷേ നിങ്ങളിതിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ബെനിഫിറ്റ് എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ വീഡിയോയുടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പേജിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഇവിടെ കാണാൻ പറ്റും. ദെൻ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊമോഷൻ സാധ്യത. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്കും ഈ പറയുന്ന ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഈ പറയുന്ന താലൂക്കിലൊക്കെ ഇപ്പം പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൽപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്ഷയ പോയിട്ട് നിങ്ങൾക്ക് തൽക്കാലം അത് ഉപയോഗിച്ച് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ വെരിഫിക്കേഷൻ ഡേറ്റ് അവർ തരും. ആ ഡേറ്റിൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. അപ്പോൾ ആ ഒരു റിസ്ക് നമുക്കുണ്ട്. കാരണം ആ 15 ദിവസത്തിൽ ഓഫീസ് എന്തെങ്കിലും ലീവ് ആവുകയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ എടുത്ത് വെക്കുന്നത്. നമുക്ക് ഏകദേശം കിട്ടുന്നൊക്കെ ധാരണയുള്ളവരുണ്ടെങ്കിൽ, നമ്മുടെ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം പെർസെൻറ്റേജ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവരതിനനുസരിച്ച് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഡിവിഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റും പാടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ സർക്കിളാണ്. അപ്പം നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഏത് സർക്കിളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ കേരള എന്ന് കൊടുക്കുക. നിങ്ങൾ കേരള കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഈ പറയുന്ന ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവിഷൻ ഏതാണ് ഡിവിഷൻ, ഇതിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇടുക്കി ആണെങ്കിൽ ഇടുക്കി സെലക്ട് ചെയ്യാൻ, എന്നിട്ട് വ്യൂ പോസ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇതിൽ OBC ഉണ്ടോ, EWS ഉണ്ടോ, വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് BPM ആണെങ്കിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ABPM ആണെങ്കിൽ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, പിന്നെ ഇതിലേക്ക് ദക്സേവക ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ്. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തെറ്റിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ലതുപോലെ കൊടുക്കുക. വെറുതെ നിങ്ങൾ ക്യാഷ് കളയാണ്. അതാണ് പറയുന്നത്, വീഡിയോ കാണുമ്പോൾ മുഴുവൻ കാണില്ല, എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ ക്യാഷും പോവും, സമയം പോവും. ഓക്കെ. അപ്പോൾ ഓൺലൈൻ ചെയ്തതിൽ തെറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഇതാ, ഓർത്ത് വെച്ചോ. ഈ ഡേറ്റ് ഞാൻ അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് ആരോടോ ഒന്ന് ഞാൻ പറഞ്ഞു, കമൻറ്റ് ചെയ്തു. കമൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്യണ്ടേ, അതിൽ ഒരുപാട് സമയം ഇരിക്കണം. അപ്പോൾ ഒരു കമൻറ്റ് ഒന്നല്ല, നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും കമൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയോട് ഞാൻ പറഞ്ഞു, എന്ത് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെ വീഡിയോ കാണൂ, അതിലുണ്ട് എഡിറ്റ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് പറയാം അതിലൊന്നും എവിടെയും പറയുന്നില്ല എന്ന്. അപ്പോൾ അത്രയും തീരെ നമ്മളൊരു ബോധമില്ലാതെ ഇരുന്നിട്ട് വീഡിയോ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ
ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു എൻ്റർടൈൻ വീഡിയോ അല്ല കാണുന്നത്, നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ആ പ്രാധാന്യം കൊടുക്കുക. നമ്മളെ പോലുള്ള ചാനലുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഞാൻ 2 വർഷമായി എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് നമുക്ക് 63 ആയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്ളോഗൊക്കെ ചെയ്യുന്നവരുടെ വീഡിയോസിൻ്റെ ഭയങ്കരമായിട്ടുള്ള റീച്ചാണ് വരുന്നത്. നമ്മളെ പോലുള്ളവർ എന്ത് ചെയ്യും, അതിൽ കിടന്നിട്ട് താഴോട്ട് പോകും. അപ്പോൾ നമുക്കിതിൽ നിന്ന് കൂടുതൽ ഏണിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം യൂട്യൂബിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്, നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഏണിങ്സ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിത് എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിൽ കാരണം ഒരുപാട് പേരായിട്ട് നമുക്ക് എന്താണ് ഒരു നല്ലൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റാണ്, ഓർത്ത് വെച്ചോ. 6/8/2024 മുതൽ 8/8/2024. ഇതിൽ എഡിറ്റ് ചെയ്യുന്നതിന് അവർ ഫീ ഈടാക്കും കേട്ടോ. അത് ആ സമയത്ത് അവർ പറയും, അതിനനുസരിച്ച് ഒരു ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, നോട്ടിഫിക്കേഷൻ വീഡിയോ കാണുന്ന ഈ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ഞാൻ തുടക്കത്തിൽ ആ കാര്യങ്ങളൊക്കെ അതിൽ എന്താണ് അടിവരയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതാ ജസ്റ്റ് ഇങ്ങോട്ട് കാണിക്കാം ഞാൻ. ഇതാ ആ ഡേറ്റുകളൊക്കെ ഞാനിവിടെ അടിവരയിട്ടിട്ട് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാണാതെയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കാം ഈ തെറ്റുകൾ ആവർത്തിക്കും എന്താ സംഭവിക്കുക, നമുക്ക് പൈസയും പോവും, സമയവും പോവും, അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. അപ്പം ആ ഒരു വിശ്വാസത്തിൽ അപ്പം നമ്മളോട് എത്ര പെർസെൻറ്റേജ് ഇത്ര ഉണ്ടായാലും നമുക്ക് കിട്ടുമോ എന്നുള്ളതൊന്നും നമുക്കതൊന്നും എന്തെല്ലാം ഒരു പ്രാക്ടിക്കലല്ല, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപേക്ഷയുടെ എണ്ണത്തിനും അപേക്ഷകരുടെ എത്ര ആളുകൾ അതിലേക്ക് വില്ലിംഗ് ആണ്, അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എക്സാം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. കേരളത്തിൽ തന്നെ നമുക്ക് 2000-ന് മുകളിൽ വേക്കൻസി ഉണ്ട് എന്നുള്ളതും കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ വേക്കൻസി കൂടിയിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വലിയ രീതിയിൽ കമൻറ്റ് വരുന്നതൊക്കെ നമ്മൾ ഇത്തരം വീഡിയോ ആക്കിയിട്ട് ചെയ്യണോ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് പറയാം, അല്ല നിങ്ങൾക്ക് ഇത് വേസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ വേസ്റ്റ് ആണെന്നെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.